നമസ്കാരം. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ എം.എൽ.എയുടെ ഓഫീസിലേക്ക് ബി.ജെ.പി നടത്തിയ മാർച്ചിൽ നാടകീയവും കൗതുകകരവുമായ സംഭവങ്ങൾ. തനിക്ക് നേരെ പ്രതിഷേധിക്കാനെത്തിയവരുടെ കുശലം പറഞ്ഞുകൊണ്ടായിരുന്നു സമരത്തിന്റെ രീതി തന്നെ ചാണ്ടിയുമ്മൻ മാറ്റിയെടുത്തത്. ബി.ജെ.പി മധ്യമേഖലാ പ്രസിഡന്റ് ആർ ഹരിയുടെ നേതൃത്വത്തിലായിരുന്നു വികസന മുരടിപ്പ് ആരോപിച്ച് എം.എൽ.എക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയത്. എന്നാൽ ആർ ഹരിയോടും മറ്റ് നേതാക്കളോടും ചാണ്ടി സൗഹൃദം പങ്കിട്ട് രംഗം തന്നെ മാറ്റിക്കളഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതിനിടെ നാണംകെട്ട ഈ പണിക്ക് നിൽക്കുന്നത് എന്തിനെന്ന് ഒരു പ്രവർത്തകൻ ചോദിച്ചതോടെ പ്രതിഷേധം വീണ്ടും ഉഷാറായി. അതേസമയം സമരം നാടകമെന്ന് വിമർശിച്ച് CPM രംഗത്ത് വന്നു. ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര തെളിയിക്കുന്നതാണ് ഈ സംഭവമെന്നാണ് CPM ഏരിയ കമ്മിറ്റി നേതൃത്വം പ്രതികരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ബി.ജെ.പി പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ബി.ജെ.പി മേഖലാ അധ്യക്ഷൻ N ഹരിയാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. MLA ഓഫീസിന് ഏകദേശം 100 മീറ്റർ മുൻപായി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ഈ സമയം ചാണ്ടിയുമ്മനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിനുള്ളിലുണ്ടായിരുന്നു. പ്രതിഷേധത്തിനിടെ ബി.ജെ.പി പ്രവർത്തകർ ഓഫീസിലുണ്ടായിരുന്ന MLA കൂകി വിളിച്ചു. തുടർന്ന് ഓഫീസിൽ നിന്ന് ചാണ്ടിയുമ്മൻ പുറത്തിറങ്ങി വന്നതോടെ ബി.ജെ.പി പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായി. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ മാറ്റി. സമരത്തിനൊടുവിൽ ബി.ജെ.പി നേതാക്കളോടും പ്രവർത്തകരോടും സൗഹൃദം പങ്കിട്ടാണ് പിന്നീട് ചാണ്ടിയുമ്മൻ മടങ്ങിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി ഉദ്ഘാടനം ചെയ്തു. NDA പുതുപ്പള്ളി മണ്ഡലം കൺവീനർ P സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ട MLA കൂടുതൽ സമയവും വിദേശത്താണെന്നും ഇതെന്തിനാണ് പോകുന്നതെന്ന് പറയണമെന്നും റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണോ MLAയുടെ പണിയെന്നും അടിസ്ഥാന വികസനത്തിനായി എന്ത് ചെയ്തെന്ന് MLA മറുപടി പറയണമെന്നും N ഹരി പറഞ്ഞു. മാർച്ചിന്റെ അവസാന ഘട്ടത്തിൽ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ചാണ്ടിയുമ്മൻ പ്രതിഷേധിക്കാനെത്തിയ ബി.ജെ.പി പ്രവർത്തകർക്ക് നേരിട്ട് കൈ നൽകുകയും ചെയ്തിരുന്നു. MLAയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തോട് പല ബി.ജെ.പി പ്രവർത്തകരും ചിരിച്ചുകൊണ്ടായിരുന്നു സന്തോഷത്തോടെ പ്രതികരിച്ചത്. എന്നാൽ ഇതിനിടെ ചില പ്രവർത്തകർ തമ്മിൽ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്ക് നീങ്ങിയെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയും ചെയ്തു. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് പ്രതിഷേധം അവസാനിച്ചത്. അതേസമയം ഈ വീഡിയോ വൈറലായതോടെ ആർ ഹരി ചാണ്ടിയുമ്മനെതിരെ രംഗത്ത് വന്നു. വികസന മുരടിപ്പ് ചർച്ചയാകാതിരിക്കാൻ MLA നടത്തിയ നാടകമാണിതെന്നായിരുന്നു ഹരിയുടെ ആരോപണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: പുതുപ്പള്ളിയുടെ വികസന മുരടിപ്പ് ചർച്ചയാകാതിരിക്കാനാണ് MLAയുടെ ഈ നാടകം. 40 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുടിവെള്ളമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, റോഡില്ല. ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തുമെന്ന് എല്ലാവരേക്കാളും ഉപരി കോൺഗ്രസിനും LDFനും അറിയാം. ബി.ജെ.പി ആക്രമിച്ചുവെന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് ബോധപൂർവം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി MLA നടത്തിയ നാടകമാണിത്. ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ MLA പുറകിൽ വന്നു നിന്ന് ഗോഷ്ടി കാണിച്ചു, കൈപൊക്കി കാണിക്കുന്നു. ഒരു പ്രതിപക്ഷ കക്ഷി സമരം ചെയ്യുമ്പോൾ ഒരു നീക്കവും പോലീസ് നടത്തിയിട്ടില്ല. കാരണം പോലീസ് ആളുകൾ പോയി എല്ലാവരും പോയി കൃതജ്ഞത പറയുന്ന സമയത്താണ് MLA ഇറങ്ങി വരുന്നത്. എന്താണ് MLAയുടെ ഉദ്ദേശം? ബി.ജെ.പിക്കാർ ആക്രമിച്ചു എന്ന് പറയാനോ? ഒരു MLAക്കെതിരെ സമരം ചെയ്യുമ്പോൾ കാണിക്കേണ്ടുന്ന വൃത്തികേടാണോ ഇത്? ഇനി MLAക്ക് ബോധമില്ലെന്നുണ്ടെങ്കിൽ കേരള പോലീസിന് ബോധം വേണ്ടേ? അപ്പോൾ പോലീസും എല്ലാവരും കൂടി ചേർന്നുള്ള തിരക്കഥയാണോ ഇതെന്ന് ഞങ്ങൾ സംശയിക്കുകയാണെന്നും N ഹരി ആരോപിച്ചു. അതേസമയം വീണ ജോർജിന് സമാനമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ചാണ്ടിയുമ്മൻ മനഃപൂർവ്വം ശ്രമിച്ചതെന്നാണ് ബി.ജെ.പി നേതാക്കൾ ആരോപിക്കുന്നത്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ചാണ്ടിയുമ്മനെതിരെ കേസെടുക്കണമെന്നും പോലീസ് ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും N ഹരി ആരോപിച്ചു.